അതല്ലെങ്കിൽ നമ്മൾക്കറിയുന്ന പല കീർത്തനങ്ങളും ശ്ലോകങ്ങളും പാട്ടുകളും നമ്മൾ പാടാതെ വരുമ്പോൾ മറന്നുപോകും. അതുകൊണ്ടാണ് ഞാൻ നല്ല പാടാനിരുന്നപ്പോൾ പുസ്തകം വെച്ചത്. എങ്ങാൻ മറന്നാൽ നിങ്ങളുടെ മുന്നിൽ ലഭ്യനാവരുത് എന്നുള്ളൊരു ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ കഥകൾ കേൾക്കുക, സത്സംഗം എന്ന് പറഞ്ഞാൽ എന്ത് നല്ലതിനോട് ചേർന്ന് നിൽക്കുന്നതും സത് എന്ന് പറഞ്ഞാൽ നല്ലത് സത്സംഗമാണ്. നല്ല ആൾക്കാരോട്, നല്ല കാലാവസ്ഥയിൽ, നല്ല എന്തിനോടും നല്ലത് ചേർന്ന് നിൽക്കുക. അപ്പോൾ അതിനുള്ള ഒരു പടി അല്ലെങ്കിൽ ഒരു മുന്നോട്ടുള്ള ഒരു സംഗതിയാണ് ഈ എല്ലാ ശനിയാഴ്ചകളിലും 2 മണി മുതൽ 5 മണി വരെ സംഗീതത്തിനും അതുപോലെ ഇൻസ്ട്രുമെൻ്റൽ, ഇപ്പോൾ തബല, മൃദംഗം, ഫ്ലൂട്ട് അങ്ങനെയുള്ള സംഗതികൾ ഫ്രീ ആയിട്ട് ഇവിടെ. അത് കുട്ടികൾക്കും സ്ത്രീകൾക്കും എന്ന് മാത്രമല്ല, പുരുഷന്മാർക്കും യുവാക്കൾക്കും വൃദ്ധന്മാർക്കും ആർക്കും വരാം, പ്രായഭേദമന്യേ. അത് നാണം ഒന്നും വയ്ക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ വീടാണ്, നമ്മുടെ അമ്മ വീടാണ് ശാന്തി പറഞ്ഞത്. എല്ലാവരും അത് പ്രയോജനപ്പെടുത്തുക. ഇപ്പോൾ നവാഹം നടന്നു, പലരും പ്രയോജനപ്പെടുത്തി. അത് പ്രയോജനപ്പെടുത്താത്ത പലരും ഉണ്ട്. പിന്നീട് പോകാമായിരുന്നു. അതിനും ഒരു യോഗവും ഭാഗ്യവും ദൈവത്തിൻ്റെ ഒരു വിളിയും ഒക്കെ വരണം. അപ്പം എന്തുപോലെ ഈ സംഗീത അഭ്യാസനത്തിനുള്ള സംഗതി നിങ്ങൾ അത് കൈക്കൊള്ളണം, ഉൾക്കൊള്ളണം, വരണം. അത് എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികൾക്കും അഞ്ചന്മാർക്കും അനിയത്തിമാർക്കും ഒക്കെ അത് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒന്നുകൂടെ നന്ദി പറയേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നന്ദി പറഞ്ഞ സമയം ചെലവിടുണ്ടല്ലോ. അപ്പോൾ ദേവി നമ്മുടെ കൂടെ ഉണ്ട് എപ്പോഴും, എല്ലായ്പ്പോഴും. അല്ലേ ബാലകൃഷ്ണൻജി? അല്ലേ ദേവിയില്ലേ? ഒരു ഇദ്ദേഹം കൊടുങ്ങല്ലൂർ ദേവിയുടെ വളരെ അടുത്ത സദ്യജിയുടെ ഹസ്ബൻഡാണ്. സദ്യജി സന്ദേശി പറഞ്ഞു വലിയ ആള് വളരെ തിരക്കുള്ള ആളാണ്. ഞാൻ പറഞ്ഞില്ല, ദേവി ആളെ വിളിക്കും, ആള് വരും. ആള് ദേവിയുടെ എന്തോ പറഞ്ഞ് മന്ത്രിച്ചു 2 ദിവസം മുൻപ്. ആ കാര്യം വീട്ടിലെത്തുന്നതിന് മുൻപ് നടന്നു. ഒരു പാട്ട എണ്ണയായിട്ടാണ് ആള് വന്നത്. അപ്പോൾ ദേവി അതുപോലെ നമ്മളിൽ ഒട്ടുമിക്കവർക്കും അനുഭവങ്ങളുണ്ട്, അധികം വലിച്ച് നീട്ടണില്ല. അപ്പോൾ ആ ദേവി നമ്മുടെ കൂടെ എന്തായാലും ഉണ്ട്. ദേവി മാത്രമല്ല, വീരഭദ്രനും ഇവിടെയുള്ള ഓരോ ചൈതന്യങ്ങളും നമ്മളെ ഉയർത്താൻ ആണ് ഉള്ളത്, നമ്മുടെ കൂടെ നിൽക്കാൻ. ദേവി രക്ഷ. അടുത്തതായിട്ട് നമ്മൾ